ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ നമ്മളവളെ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ പൊതുവെ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്, വീട്ടിൽ പണിയൊക്കെ എടുത്ത് പഠിക്കുക, നാളെ വേറൊരു വീട്ടിൽ കയറി ചെല്ലണ്ടല്ലേ. ആ ഒരു സെൻറ്റൻസ് തന്നെ നമ്മൾ വീടുകളിൽ നിന്ന് നിർത്തണം. ഓക്കെ, കാരണം അതെന്തോ ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം പോലെയാണ് നമ്മൾ കുട്ടികളെ അടിച്ചെറിയുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടാണ് കുട്ടികൾ വളരുന്നത്. വിവാഹം എന്നത് ജീവിതത്തിൽ ഒരു അടിസ്ഥാനമൊന്നുമല്ല, അത് വേണമെന്നും നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മുടെ സൊസൈറ്റി, റിലീജിയൻ, പല കാര്യങ്ങൾ കൊണ്ട് സമൂഹം മുന്നോട്ട് പോകാൻ വേണ്ട ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ അങ്ങനൊരു ചിന്ത നമ്മൾ പെൺകുട്ടികളുടെ ഉള്ളിലോ ആൺകുട്ടികളുടെ ഉള്ളിലോ നിറയ്ക്കാതിരിക്കും. അവർ വളരട്ടെ, ഫ്രീ ആയിട്ട് വളരട്ടെ. പിന്നെ വിവാഹം ഒരു പെൺകുട്ടിയെ നമ്മൾ ഒരിക്കലും പ്രായം ഒരു മാനദണ്ഡമാക്കിയിട്ട് കല്യാണം കഴിപ്പിക്കരുത്. അവർക്ക് 25 വയസ്സായി, 26 വയസ്സായി, ഇനി ചെറുക്കനെ കിട്ടുമോ കല്യാണം കഴിപ്പിക്കാൻ, ആ ഒരു തോട്ട് നമ്മൾ മാതാപിതാക്കൾക്ക് പാടില്ല. എന്ന് അവർക്ക് തോന്നുന്നോ ഇതാണ് എനിക്ക് പറ്റുന്ന ജീവിത പങ്കാളി എന്ന് തോന്നുന്നു, അന്ന് മാത്രം അവർ വിവാഹിതരാവട്ടെ. എന്തിനാണ് വയസ്സൊരു മാനദണ്ഡമാക്കി വെക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അവർ പഠിക്കട്ടെ, നല്ലൊരു ജോലി കിട്ടട്ടെ, ആ ശമ്പളം കൊണ്ട് അവരെ ജീവിക്കട്ടെ, ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങട്ടെ, വണ്ടി വാങ്ങട്ടെ, വീട് വാങ്ങട്ടെ, സന്തോഷത്തോടെ ജീവിക്കട്ടെ. എന്തെങ്കിലും ജീവിതത്തിൽ ഒരാൾ കടന്നു വരുമ്പോൾ കൂടെ കൂട്ടാം എന്ന് തോന്നിയാൽ അവർ കൂടെ കൂട്ടട്ടെ. അറേഞ്ച് മാരേജ്, ലവ് മാരേജ്, അതിലേക്ക് ഞാൻ വരുന്നില്ല, നമ്മൾ വിഷയത്തിലേക്ക് വരാം. വിവാഹം കഴിച്ചു വിടുമ്പോൾ ഒരു പെൺകുട്ടിക്ക് നമ്മൾ എന്തായാലും ഒരു ഉറപ്പ് കൊടുക്കണം. മോളെ, എന്ത് പ്രോബ്ലം വന്നാലും അമ്മ അച്ഛൻ കൂടെയുണ്ട്, വിളിക്കാൻ മടിക്കരുത്. നിനക്ക് ഏത് നിമിഷം വേണമെങ്കിലും തിരികെ ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ആ വിവാഹബന്ധം നിനക്ക് അവസാനിപ്പിക്കണമെങ്കിൽ അവസാനിപ്പിച്ചു വരാം. നീ എല്ലാം സഹിച്ചവിടെ നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ അമ്മ അച്ഛൻ, എനിക്ക് പറയാനുള്ളത്, എല്ലാ അച്ഛനമ്മമാരോടും പറയാനുള്ളത്, സമൂഹം അതുവരെ, നാട്ടുകാരെന്തുവരെ, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. ഒരു മകൾ ഇത്രയും വിഷമങ്ങൾ പറയുമ്പോൾ ഇത്രയും ദിവസം പെൺകുട്ടി എന്തിനാണ് ആ വീട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെ സഹിച്ച് പെൺകുട്ടികളെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളർത്താൻ പഠിക്കണം. ഒരു വിഷമം വന്ന് തല്ലുക, ഭക്ഷണം കൊടുക്കുന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോവാൻ പറയാം. അവളുടെ വിദ്യാഭ്യാസം ഇല്ലേ, പഠിക്കാൻ പറ്റും. ഇതൊക്കെ മതിയല്ലോ. തല്ലുന്നു, ഭക്ഷണം കൊടുക്കുന്നില്ല, ഇതൊക്കെ തെളിവല്ലേ ഡിവോഴ്സിന് കൊടുക്കാം. എന്തിനാണ് ഇതൊക്കെ സഹിച്ച് ജീവിക്കുന്നത്? ഓക്കെ, ഒരിക്കലും ജീവിതം എന്നുള്ള വിവാഹം എന്നത് മറ്റുള്ളവർക്ക് എഴുതി കൊടുക്കുകയല്ല. നമ്മൾ സന്തോഷത്തോടെ ഒരു ജീവിത പങ്കാളിയാണ്, സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം ജീവിക്കാനാണ്. അല്ലാതെ അവൻ്റെ അടിയും തൊഴിയും ഭക്ഷണവും കൊടുക്കാതിരിക്കുക, കെയർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഒരാളുടെ കൂടെ ജീവിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എന്ന് തോന്നുന്നോ, ഇപ്പം വീട്ടുകാർ നിങ്ങളുടെ ഒപ്പം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ സ്വയം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക. ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഓക്കെ, പിന്നെ നിങ്ങൾ ഡിവോഴ്സ് ആയി എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കൂടിപ്പോയാൽ 2 പേര് പറയും, 4 പേര് പറയും. അത് കഴിഞ്ഞിട്ട് എന്താ, അവരവരുടെ ജീവിതമായിട്ട് പോകും. പറഞ്ഞാലിപ്പോൾ എന്താ, അവരുടെ വീട്ടിൽ നിന്ന് കഞ്ഞിയും പയറും കൊണ്ടുവന്നിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? അല്ലല്ലോ. പറയേണ്ടവരെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക, അവർക്ക് വേറെ പണി ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും അവരുടെ ഒരു സ്വഭാവം. പക്ഷേ ആദ്യം ജീവിതം നമ്മുടെയാണ്. ഈവൻ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾ, അമ്മ അച്ഛൻ ആരായാലും 2-3 ദിവസം കഴിയും, 3-ാമത്തെ ദിവസം അവർക്ക് ജീവിച്ചേ പറ്റുള്ളൂ. അത് ആരായാലും അങ്ങനെയാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ വില ഏറ്റവും വിലപ്പെട്ടത് നമുക്ക് തന്നെയാണ്. അതാർക്കും വേണ്ടി അവസാനിപ്പിക്കരുത്. വാട്ടർ കംസ്. ചില നിമിഷം നമുക്ക് തോന്നും, ദൈവമേ, ഈ ഭൂമി വളർന്ന് നമ്മൾ താഴോട്ട് പോയാലോ, ഈ ലോകം തന്നെ ഇല്ലാതായെങ്കിലും, നമ്മൾ എങ്ങനെ മറ്റുള്ളവർക്ക് മുന്നിൽ നോക്കും എന്നൊക്കെ തോന്നും അല്ലേ? എത്രയോ പേര് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും. പക്ഷെ ഇന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? നിങ്ങൾ ആ സാഹചര്യമൊക്കെ അതിജീവിച്ചിട്ടുണ്ടല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ ആരാണ്? യു ആർ എ സ്ട്രോങ് പേഴ്സൺ അല്ലേ? യെസ്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നാളെയും നമുക്കത് സാധിക്കും. പക്ഷേ വിഷമങ്ങളിൽ തളർന്നു പോകരുത്, അതാണ് നമുക്ക് വേണ്ടത്. ഈ ധൈര്യം നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. ഞാനൊരു അനുഭവം പറയാം കേട്ടോ. എൻ്റെ മകള് കഴിഞ്ഞ ദിവസം വളരെ വിഷമിച്ചൊരു കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് വഴക്ക് പറയുന്നു കരുതി. അവൾ അത് കഴിയുമ്പോൾ മുഖമൊക്കെ ആകെ ഡള്ളായി. അപ്പോൾ അമ്മ ഒരു സെൻറ്റൻസ് അവളോട് പറഞ്ഞോളൂ, ഐ വോണ്ട് സ്കോൾഡ് യു. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് ഡേ മുതൽ ഞാൻ ഭയങ്കര ചേഞ്ച് ഞങ്ങൾ തമ്മിൽ അനുഭവപ്പെട്ടു. അവളുടെ വിളിയിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും ഒക്കെ. കാരണം നമ്മൾ അതിൻ്റെ ആ ഒരു സെൻറ്റൻസ് എൻ്റെ മകൾക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് വേറൊന്നുമല്ല. കുട്ടികൾക്ക് എസ്പെഷ്യലി വളർന്നു വരുമ്പോൾ പേടിയുണ്ട്, വഴക്ക് പറയുമോ, തല്ലുവോ. നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് അവർക്ക് ധൈര്യം കൊടുക്കാം, എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മൾ അവർക്ക് ഉണ്ടാവണം. ഈവൻ കല്യാണം കഴിച്ച് വിട്ടാലും അമ്മ അച്ഛനടുത്ത് എന്ത് വിഷമം പറയാനും, ഈവൻ അമ്മ അയ്യോ മോളെ സഹിച്ച് നിൽക്കില്ല, അത് മാറും, അതൊന്നും ദൈവത്തെ ഓർത്ത് നിങ്ങൾ പറയരുത്. പോരും മോളെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.
ജീവിതം ഒന്നേ ഉള്ളൂ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് തന്നെയുള്ള ഡോക്ടറെയോ സൈക്യാട്രി ഡോക്ടറെ പോയി കാണുക, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുക, കൗൺസിലിംഗ് തേടുക. ഓക്കെ, ആരും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. താങ്ക് യു.